മദീനത്തുന്നൂരിൽ വന്നപ്പോൾ നിങ്ങൾ അന്നും ക്ഷീണത്തിലായിരുന്നു. ക്ഷീണമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് എന്റെ മുത്ത് ഹബീബിന്റെ പേരിൽ പാടാൻ എനിക്കൊരു ക്ഷീണവുമില്ല എന്നായിരുന്നു. എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ ബുറുദ പാടിയാൽ നിമിഷനേരം കൊണ്ട് എന്റെ ക്ഷീണം മാറിക്കിട്ടും. ഈമാൻ സലാമത്തായി മരിക്കാൻ ദുആ ചെയ്യണമെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പ് നിങ്ങൾ അഭയം ഡയാലിസിസ് സെന്റർ പ്രസിഡന്റ് ഇബ്രാഹിം ബത്തേരിയോട് പറഞ്ഞില്ലേ, മരിക്കാൻ എനിക്ക് ഭയമില്ല, ഈമാൻ സലാമത്തായി മരിക്കണം, എനിക്ക് ദുആ ചെയ്യണമെന്നൊക്കെ. മരണം മുന്നിൽ കണ്ട് എല്ലാം റെഡിയാക്കി വെച്ചുവല്ലേ അനസേ? അഭയത്തിൽ കണ്ടാൽ കുറെ നേരം എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ ഉംറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി എത്ര ദുആ ചെയ്തു അനസേ നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും മുത്ത് ഹബീബിന് സലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച വോയിസ് ഞാൻ നേരത്തെ ഒന്നുകൂടി കേട്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അനസെ ഉംറയ്ക്ക് പോയി വന്ന ശേഷം അഭയത്തിൽ ഏൽപ്പിച്ച ഈത്തപ്പഴവും സംസം വെള്ളവും കിട്ടിയെന്ന വോയിസും എന്തു സ്നേഹമായിരുന്നു ഞങ്ങളോട്.